വലിയ പെരുന്നാളിൻ്റെ രാവിലെ ഇതേ മണിക്കുട്ടൻ്റെയും കുഞ്ഞാറ്റിൻ്റെയും ഫ്രണ്ട്സ് വന്നിട്ട് അവരെ ബിരിയാണി കഴിക്കാൻ വിളിച്ചതാണ് കേട്ടോ. പെരുന്നാളും വിളിച്ചതാണ്. അപ്പോൾ അതേ ഇവർ രാവിലെ തന്നെ റെഡി ആയിട്ട് സുന്ദരി മണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞാറ്റിൻ്റെ ഫ്രണ്ടാണ്, അവളുടെ ഏട്ടൻ മണിക്കുട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ, നടന്നു പോകേണ്ട ദൂരമുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ സൈക്കിൾ ഓട്ടിക്കാൻ കിട്ടിയ ചാൻസ് ആണല്ലോ. അപ്പോൾ കുഞ്ഞാറ്റിയും കൂടെ രണ്ടുപേരും കൂടെ സൈക്കിളിലാട്ടോ പോയത്. അപ്പോൾ അതേ നമുക്ക് ഇന്ന് ഉച്ചയ്ക്കൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ പഴനി പോയിട്ട് ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്കൊക്കെ ഒന്നും വെക്കണ്ട, കാരണം വലിയ പെരുന്നാളായത് കാരണം നമ്മുടെ ഫൈസലിക്ക് നല്ല ചിക്കൻ ബിരിയാണി കൊണ്ട് തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതേ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതേ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഷാനു ഷഹബാസും കൂടെ വന്നിട്ടോ. താത്താൻ്റെ വക സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് ഇതേ കണ്ടില്ലേ പൊതിയിരിക്കുന്നത്. ഇതാണ് ഷഹബാസ്, വലിയ ആൾ കേട്ടോ. അത് ചെറുതാണ് ഷാനു, അവൻ നമ്മുടെ മണിക്കുട്ടൻ്റെ പ്രായമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും വന്നാൽ ഞാനും അവർ ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും കോമഡി തല്ലുപടി. ഇവനുമായിട്ട് ഞാൻ ഭയങ്കര ശത്രുവാണ് കേട്ടോ. ഇവൻ എന്നെ ഇഷ്ടമേ അല്ല. ഇവൻ എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ചൊറിയിക്കിട്ട. അപ്പം ഞാൻ തിരിച്ച് അവന് ഓരോന്ന് പറയേ. അപ്പോൾ അതേ രണ്ടുപേരും കൂടെ ഇതാ ബൈക്കിലാട്ടോ വന്നത്. കാരണം ഷഹബാസിന് ലൈസൻസ് ഒന്നും ഇല്ല, പക്ഷെ നമ്മളുടെ ഇടയിലൂടെ കട്ട് റോഡുകൂടെ ആട്ടോ വരിക. അതുകൊണ്ട് ലൈസൻസിൻ്റെ ആവശ്യമില്ല. അവർ മെല്ലെ ഇങ്ങനെ വന്നു. മണിക്കുട്ടനും കുഞ്ഞാറ്റി അപ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നേ. അപ്പോൾ അവർ വന്നിട്ടാണ് കേട്ടോ ഷബു ഷാനും പോയത്. അപ്പോൾ അതേ പപ്പ ബിരിയാണി കഴിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞാറ്റിക്ക് ചെറിയ മയക്കം വന്നെന്ന് തോന്നുന്നു ബിരിയാണി കഴിച്ചിട്ട്. ഇതേ നമ്മുടെ താത്ത നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ മണിക്കൂട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ബീഫ് ബിരിയാണിയും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് കഴിക്കില്ല. അപ്പോൾ ഏട്ടൻ ദേ ബീഫ് ബിരിയാണി കഴിക്കുന്നുണ്ട്. ഞാൻ ദേ നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ പെരുന്നാൾ ഇത്തവണ ഉഷാറായിട്ടോ. എല്ലാ പെരുന്നാളിലും എവിടെന്നെങ്കിലും നമുക്കൊരു ബിരിയാണി കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.